കോളേജിൽ ഒരു തോൽവിയായിട്ട് നടന്ന പയ്യനെയാണെങ്കിൽ ഒരു ദിവസം അവിടുത്തെ മെയിൻ ഗാങ് ചേർന്ന് അടിച്ചെടുത്തു. പിറ്റേ ദിവസം തൊട്ട് ഇവനാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ അദൃശ്യനായിട്ട് നടക്കാനുള്ള ശക്തി കിട്ടും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2007 റിലീസ് ചെയ്ത ദ ഇൻവിസിബിൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. സിനിമ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നായകനായിട്ടുള്ള നിക്കിനെയായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ്റെ അമ്മയായിട്ടുള്ള ഡയനയായിരുന്നു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അവർക്കാണെങ്കിൽ ഇവനാണെങ്കിൽ നല്ലപോലെ പഠിച്ച് ഒരു ഗ്രാജുവേഷനൊക്കെ നേടി അങ്ങനത്തെ ഒരു ജോലി മേടിക്കണമായിരുന്നു. എന്നാൽ ഇവനാണെങ്കിൽ എഴുത്തിലായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ അവന് ഗ്രാജുവേഷനൊക്കെ മാറ്റി വെച്ച ശേഷം ലണ്ടനിലേക്ക് പോയി അവിടുത്തെ ഒരു റൈറ്റേഴ്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ സ്കൂളിലേക്ക് പോകും. അവിടെ വെച്ചാണ് നമ്മളെ കാണിക്കുന്നത് ഇവനാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി കൂട്ടുകാർക്കെല്ലാം ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നീട് നമ്മളെ നിക്കിൻ്റെ കൂട്ടുകാരനുള്ള പീറ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ കുറേ പേര് ഒന്ന് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഗാങ്ങിൻ്റെ ലീഡറായിട്ടുള്ള ആനി അങ്ങോട്ട് വന്ന ശേഷം അവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങും പൈസ ചോദിച്ചുകൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവനൊരു ഫോൺ ചോദിച്ചപ്പോഴത്തേക്കും ഇവളാണെങ്കിൽ അങ്ങോട്ട് മോഷ്ടിച്ച ഫോൺ ഇവന് കൊടുത്തിട്ട് ഇത്ര പൈസ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ആദ്യം ഇച്ചിരി കൊടുത്തുള്ളൂ, അത് കഴിഞ്ഞ് മോഷ്ടിച്ചാന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാതിരിക്കും. അങ്ങനെ ഇവളാണെങ്കിൽ അവൻ്റെ വിരലെല്ലാം മുറിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങ് പോകും. പിന്നീടാണ് ലഞ്ചിൻ്റെ സമയത്ത് നിക്ക് ചെന്ന് ആനിയെ കണ്ടിട്ട് അവൾക്ക് കുറേ പൈസ കൊടുത്തിട്ട് പറയുന്നത് അവനെ കൊടുത്ത ഫോണിൻ്റെ പൈസ ആയിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടത്തില്ല എന്ന് ചോദിക്കും. അന്നേരം ഇവളാണെങ്കിൽ ആദ്യം മിണ്ടായിരുന്ന ശേഷം ഇവനോട് പറയും ഇവൻ്റെ കാര്യം നോക്കി പോകാൻ വേണ്ടി. പക്ഷേ ഇത് ഇഷ്ടപ്പെടാത്ത നിക്കാണെങ്കിൽ അവളോട് നൈസായിട്ട് എന്ന് ചെവി പറയും ഇവൾ വെറും ഒരു ബ്രോക്കൺ പെണ്ണാണെന്നുള്ള കാര്യം. ഇതിയുടെ ദേഷ്യം വന്ന അവളാണെങ്കിൽ അവനുമായിട്ട് അടിയുണ്ടാക്കും. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞ് രണ്ടുപേരും പ്രിൻസിപ്പൾ വിളിപ്പിക്കും. പ്രിൻസിപ്പൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ പറയും ഇവൾക്കാണെങ്കിൽ ഇവനെ അട്രാക്റ്റീവായിട്ട് തോന്നിയോടെ നടന്ന അടിയാന്ന്. പക്ഷേ പ്രിൻസിപ്പളിനാണെങ്കിൽ തമാശയ്ക്കൊന്നും നേരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളാണെങ്കിൽ ആനിയോട് നടക്കാനും വീട്ടിലോട്ട് പോക്കോളം പറയും. അത് കഴിഞ്ഞ് നിക്കിനോട് പറയും ഇങ്ങനെ ഒരു ഫ്യൂച്ചറും ഇല്ല നടക്കുന്നവരുമായിട്ട് വെറുതെ പോയി ഉടകം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോന്ന്. പിന്നീടാണ് ആനി വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ അവളെ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ ബീഡി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവൾക്കൊരു ചെറിയ അനിയനുണ്ടായിരുന്നു, വിക്ടർ എന്ന പേരുള്ളത്. ആനിയുടെ സ്റ്റെപ്പ് മദർ ഇത്ര നേരമായിട്ട് അനിയന് ഭക്ഷണം കൊടുത്ത് കാണുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ കിടന്ന് ചൂടാവും. അന്നേരമാണ് ആനിയുടെ അച്ഛൻ വരുമ്പോഴത്തേക്കിനും സ്റ്റെപ്പ് മദർ അവനോട് കംപ്ലയിൻറ്റ് പറയുന്നത്. അങ്ങനെ അവനും ആനീനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും അവിടെ ഹസ്ബൻഡും വൈഫും കൂടെ തമ്മിൽ കിടന്ന് അടിപിടിയാവും. ഇതേ സമയത്ത് ആനിയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി വിക്ടറിന് കൊടുക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പീറ്റർ നിക്കിനെ കാണാൻ വരുന്നതായിരുന്നു. അവൻ വന്നിട്ട് ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് വരുന്നില്ലേ ചോദിക്കും. അന്നേരമാണ് നിക്ക് പറയുന്നത് അവന് മറ്റൊരു സ്ഥലത്ത് പോകണ്ടെന്ന് പറഞ്ഞ് ബുക്ക് എടുത്ത് പീറ്ററിന് കൊടുക്കും. പീറ്റർ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അത് ലണ്ടനിലേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും നിക്ക് പറയും ഇവനാണെങ്കിൽ ലണ്ടനിൽ നടക്കുന്ന റൈറ്റേഴ്സ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകാമെന്ന്. പിന്നീട് നമ്മളെ വീണ്ടും ആനീനെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മാർക്കസിൻ്റെ കൂടെ വഴിയിൽ നിന്ന് ഒരു കാർ മോട്ടിച്ച ശേഷം സിറ്റിയുടെ നടുക്കോട്ട് പോകും. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ജ്വല്ലറി തല്ലിപ്പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് നെക്ലേസ് കൊടുത്ത് ഇവരുണ്ടോ സിറ്റിയിൽ നിന്ന് പോലീസുകാരെല്ലാം വെട്ടിച്ച് രക്ഷപ്പെടും. പിന്നീട് അന്ന് രാത്രി അവളാണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കൂടെ ആയിരുന്നു കിടന്നത്. രാവിലെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മാർക്കസ് പറയും തലേദിവസം മോഷ്ടിച്ച് ആ സ്വർണ്ണവും ബാഗ് ഇവിടെ വെച്ചിട്ട് പൊക്കൂടുന്നു. പക്ഷേ ആനിക്കാണെങ്കിൽ ഇവനെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അതെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇതാണെങ്കിൽ മാർക്കസിന് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അവൾ പോയ പുറകെ തന്നെ മാർക്കസ് ആണെങ്കിൽ പോലീസിൽ വിളിച്ച് ക്രൈം റിപ്പോർട്ട് ചെയ്യും. പിന്നീട് സ്കൂളിൽ വന്ന ആനിയാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം കൂടെ ലോക്കർ ഇങ്ങനെ പൂട്ടി വെച്ചുകൊണ്ടിരിക്കും. അന്നേരം പീറ്റർ ആണെങ്കിൽ ഇവൾ തന്നെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതാണെങ്കിൽ ആനിയാണെങ്കിൽ കറക്റ്റ് സമയത്ത് കാണുകയും ചെയ്യും പീറ്റർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കാണ് പോലീസുകാർ വന്ന് ഇവളെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ജയിലിൽ ചെന്ന ആനിയാണെങ്കിൽ മാർക്കസ് തന്നെ വിളിച്ചിട്ട് പറയും പോലീസ് ഇങ്ങനെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ. പക്ഷെ അവനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇന്നസെൻ്റ് ആണെന്നുള്ള രീതി സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ഇവൾ പറയുന്നത് ശരിക്കും ആരോ ചോർത്തി കൊടുത്തെന്നുള്ള കാര്യമൊക്കെ അവൾക്ക് അറിയാമെന്ന്. പിന്നീട് നിക്കിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അമ്മ വിളിച്ചിട്ട് അവനോട് പറയും അവൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ റീഷെഡ്യൂൾ ആക്കിയിട്ടുണ്ടെന്ന്. അന്നേരമാണ് ഇവന് പിടി കിട്ടുന്നത് അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന്. അങ്ങനെ അവൻ്റെ അമ്മ ഇവനോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് കയറിപ്പോകും. അന്ന് രാത്രി കൂട്ടുകാരുടെ അടുത്തേക്ക് പാർട്ടിക്ക് വന്ന് ഇറങ്ങി പീറ്ററിനെയാണെങ്കിൽ വൈകി വെച്ച ആനിയും കായും കൂടെ പിടിച്ച് ഇടിച്ചുകൊണ്ടിരിക്കും. അവനാണ് ഈ ഒറ്റ കൊടുത്തെന്നോർത്ത്. അങ്ങനെ അടി കിട്ടുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പീറ്റർ ആണെങ്കിൽ ഇതെല്ലാം ചെയ്ത് നിൽക്കാന്ന് പറയും. കാരണം അവൻ ഓർത്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് നിക്ക് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിന് കയറി പോയെന്നുള്ളതായിരുന്നു. ഇതേസമയം നിക്കാണെങ്കിൽ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയതുകൊണ്ട് പാർട്ടി പോയി ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ ഒരു കാർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരുമില്ലാത്ത ഒരു ഫോറസ്റ്റ് ഏരിയ ചെല്ലുമ്പോഴത്തേക്കും അവരെല്ലാം കൂടെ കാറിൽ നിന്ന് ഇറങ്ങി നിക്കിനെ വഴിക്കിട്ട് തല്ലാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അധികം അവസ്ഥയായി കിടക്കുന്ന നിക്കിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ആനി ചോദിക്കും ഇപ്പോൾ ശരിക്കും ആരാ ബ്രോക്കൺ ആയിട്ടുള്ളതെന്ന്. അന്നേരമാണ് ദേഷ്യത്തോടെ നിക്ക് പറയുന്നത് ആനി തന്നെയാണ് മെൻ്റലി ബ്രോക്കൺ ആയിട്ടുള്ളതെന്ന്. ഇത് കിട്ടി ദേഷ്യം നമ്മളാണെങ്കിൽ അവനെ വീണ്ടും ചവിട്ടി താഴോട്ടിടും. അന്നേരമാണ് അവൻ്റെ തല പോയി അവിടുത്തെ ഒരു കല്ല് ഇടിക്കുന്നതും. പേടിച്ച് പോയി ഗാങ് ബേസ് ആണെങ്കിൽ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവന് ബ്രീത്തിങ് എല്ലാം കുറഞ്ഞു വരുമായിരുന്നു. ഉടനെ തന്നെ അവനെയാണെങ്കിൽ അവരിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ആനി പറയും. അങ്ങനെ അവരെല്ലാം കൂടെ മാറ്റിക്കൊണ്ട് പോകും. അന്നേരമാണ് നിക്കിൻ്റെ വാച്ച് താഴെ വീഴുന്നത്. ഇവരതൊന്നും ശ്രദ്ധിക്കാതെ നിക്കിനെ കൊണ്ടുവന്ന് അവിടെ ഉള്ള ചെറിയൊരു ഓളയ്ക്കകത്തോട്ടിടും. പിന്നീട് ആനി നേരെ പോകുന്നത് മാർക്കസിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്ന് അവനോട് ഒരു കാര്യങ്ങളെല്ലാം പറയും നിക്കിനെ അറിയാതെ കൊന്നുപോയെന്നുള്ളത്. ഇത് കേൾക്കുന്ന മാർക്കസ് ആണെങ്കിൽ ഉടനെ തന്നെ അവളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയും. കാരണം ഇവനെ കൂടെ കൊലക്കേസിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ വിഷമത്തോടു കൂടി ആനി അവിടെ നിന്ന് ഇറങ്ങും. പിന്നീട് ആനിയാണെങ്കിൽ തെളിവുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ചെന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം കത്തിക്കും. ദിവസം രാവിലെ ആകുമ്പോഴാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. കാരണം നിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരും. നിക്കാണെങ്കിൽ നേരെ സ്കൂളിലോട്ടായിരുന്നു പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഇവന് പിടികിടുന്നത് ഇവൻ സംസാരിക്കുന്നതും പറയുന്നതൊന്നും ചുറ്റുമുള്ള ആളുകൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അവനാണെങ്കിൽ അവിടെ ചെയ്യുന്ന ബുക്കെല്ലാം എടുത്ത് എറിയും. പക്ഷേ അതും ആളുകൾക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. പ്രിൻസിപ്പളിനെ ഇവനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് പ്രിൻസിപ്പളിനെ ആണെങ്കിൽ നിക്ക് അവിടെ വന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് ഇവനാണെങ്കിൽ ഇവൻ്റെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അവർക്കും ഇതൊന്നും കേൾക്കത്തില്ലായിരുന്നു. പിന്നീട് നിക്കാണെങ്കിൽ നേരെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വിടും. പോകുന്ന വഴിക്കാണ് അവനൊരു കാർ ഇടിച്ചിട്ട ശേഷം ലോറി അവൻ്റെ ദേഹത്തോടെ കയറുന്നത്. പക്ഷേ അവനാണെങ്കിൽ ഒന്നും
ഒന്നും പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ആളുകൾ ആരും ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അവൻ വീട് ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ മിസ്സിംഗ് കേസ് പോലീസുകാർക്ക് കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ പോലീസുകാരാണെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് അവനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കും, അവനിപ്പോൾ മരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഒരു ആത്മാവായിട്ട് ജീവിക്കുവാന്നും. പിന്നീട് പോലീസുകാരാണെങ്കിൽ ഇവൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടി കാട്ടിക്കൂടലാത്ത കാര്യം അവിടെ വെച്ചാണ് ടയറിൻ്റെ പാടും പൊട്ടി ഒരു സൈഡ് മിററും കിട്ടുന്നത്. പിന്നീട് സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിൽ നിക്കും ആനിയും കൂടെ സ്കൂളിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അറിയുകയും ചെയ്യും. അങ്ങനെ ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ നേരെ ആനിയുടെ അടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലും. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കൊന്നും അറിയത്തില്ലെന്ന് തന്നെ പറയും. അതുപോലെ തന്നെ അവളാണെങ്കിൽ കുറേ കുടുംബ പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും ഡിറ്റക്റ്റീവ്സ് ആണെങ്കിൽ ഒരുപാട് ചോദ്യം ചെയ്യാതെ എന്തെങ്കിലും സംശയത്തോടെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇതേസമയം നിക്കാണെങ്കിൽ മരിച്ചു പോയല്ലോ ഓർത്ത് വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മുറിവേറ്റ ഒരു പക്ഷി വന്ന് കിടക്കുന്നത് കാണുന്നത്. ഇവനാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ഇവൻ്റെ ഷോൾഡറിലായിട്ട് അതേ പക്ഷിനെ വന്നിരിക്കുന്ന കാണും. ഇവനെ അതിനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മുറിവേറ്റ പക്ഷി അങ്ങ് ചാകുന്നത്. അതോടുകൂടി ഇവൻ്റെ കയ്യിരിക്കുന്ന പക്ഷി അപ്രത്യക്ഷമായിപ്പോൾ. അന്നേരമാണ് ഇവന് കാര്യങ്ങൾ പിടികിട്ടുന്നത്. ഇവൻ ശരിക്കും മരിച്ചിട്ടില്ലായിരുന്നു, പകരം ഇവൻ്റെ ആത്മാവാണെങ്കിൽ ബോഡിയിൽ നിന്ന് ഇറങ്ങി വന്നതായിരുന്നു. എന്നിവൻ മരിക്കുന്നോ അതോടുകൂടി ഇവൻ്റെ ആത്മാവ് നശിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഇവൻ്റെ ബോഡി എവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകും. ഇതേസമയം പോലീസുകാരാണെങ്കിൽ അന്നത്തെ റോബറിയുടെ കേസൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മാർക്കസിൻ്റെ അടുത്തേക്ക് വന്നേക്കുമായിരുന്നു. അവനാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും. അന്നേരമാണ് ഇവർ പറയുന്നത് എന്നേലും ആനി ഇവൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ പോലീസിനെ വിളിക്കണമെന്ന്. അന്ന് വൈകുന്നേരം മാർക്കസ് ആണെങ്കിൽ പീറ്ററിനെ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് അവനെ അന്വേഷിച്ച് വന്നതും അതുപോലെ തന്നെ നിക്കിൻ്റെ ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഫോറസ്റ്റിലേക്ക് വരണമെന്നും പറയും. പീറ്ററിനെ കൂട്ടിക്കൊണ്ട് മാർക്കസ് ആണെങ്കിൽ കാട്ടിലേക്ക് വന്ന ശേഷം അവിടെ വെച്ച് ഈ വാച്ചിൻ്റെ അടയാളം വെച്ച് നിക്കിൻ്റെ ബോഡി കണ്ടുപിടിക്കും. പിന്നീട് മാർക്കസ് ഒക്കെ കൂടി ആ ബോഡി ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. പിന്നീട് മാർക്കസ് ആണെങ്കിൽ ആനീനെ പൂർണ്ണമായിട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ഒരു പാലത്തിനെ അങ്ങോട്ട് വിളിക്കും. ആനിയാണെങ്കിൽ ഇതേ സമയത്ത് പീറ്ററിനെ വിളിക്കും അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടെ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. അന്നേരമാണ് പീറ്ററിനെ കണ്ടിട്ട് ടെൻഷനായ മാർക്കസ് ആണെങ്കിൽ അവനോട് അവിടുന്ന് പോകാൻ പറഞ്ഞ് ആനിക്ക് നേരെ തൂക്ക് ചൂണ്ടുന്നത്. പക്ഷേ അവർക്കൊന്നും അറിയുന്നില്ലായിരുന്നു ആനീനെ ഫോളോ ചെയ്ത് പോലീസുകാർ വരുന്നുണ്ടെന്നുള്ള കേസ്. പോലീസുകാരാണെങ്കിൽ അവിടേക്ക് വന്ന് അവരോടെല്ലാം സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയും. ഇതേ സമയത്ത് ആനിയാണെങ്കിൽ മാർക്കസിൻ്റെ അതിന് തോക്ക് തട്ടിപ്പറിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അന്നേരമാണ് പോലീസുകാരുടെ കൂടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവളോട് ഓടാൻ വിളിച്ച് പറയുന്നത്. ഇവൻ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആനി കേൾക്കുന്നത് ശ്രദ്ധിക്കും. പിറ്റേ ദിവസം ആനിയാണെങ്കിൽ വീട്ടിലാരും കാണാതെ നിക്കിൻ്റെ റൂമിലേക്ക് ചെന്ന് കയറും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിക്കാണെങ്കിൽ അവളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് ഇവൾക്ക് പിടികിട്ടുന്നത് ഇവളുടെ കുട്ടിക്കാലം പോലെ തന്നെ നിക്ക് ഒറ്റപ്പെട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതൊക്കെ. അങ്ങനെ അവനോട് അങ്ങനെ ചെയ്തൊക്കെ ഓർത്ത് ഇവൾക്കാണെങ്കിൽ പതി വിഷമമെല്ലാം തോന്നും. ഇച്ചിരി കഴിഞ്ഞ് നിക്കിൻ്റെ അമ്മ വരുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവൻ്റെ ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് അവിടെ ബോഡി ഇല്ലെന്നുള്ള കാര്യം പിടികിട്ടുന്നത്. അന്നേരമാണ് നിക്ക് അവിടെ കിടക്കുന്ന നിക്കോട്ടിൻ്റെ കവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കും ആനിക്ക് പിടികിട്ടും മാർക്കസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ പിറ്റേ ദിവസം ആനിയാണെങ്കിൽ നേരെ മാർക്കസിൻ്റെ അടുത്തേക്ക് അത് തോക്ക് ചൂണ്ടിട്ട് അവനോട് നിക്കിൻ്റെ ബോഡി ഇവിടാൻ ചോദിക്കും. മാർക്കസ് അവളോട് പറയും നിക്കിൻ്റെ ബോഡി ആണെങ്കിൽ അവൻ കൊണ്ട് ഡാമിൻ്റെ തീരത്തായിട്ടേക്കും, അതാണെങ്കിൽ 1/2 മണിക്കൂർ തുറക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞ് ആനിയാണെങ്കിൽ ഉടനെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് മാർക്കസ് ആനിയുടെ വയറ്റിൻ്റെ കയറി വെടിവെക്കുന്നത്. പിന്നീട് മാർക്കസ് അവളെ മരിച്ചോന്ന് അറിയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവളുടെ കൈ ഒളിപ്പിച്ച് കണ്ണ് വെച്ച് അവൻ്റെ ഷോൾഡറിലേക്ക് വെടിവെച്ചിടും. അത് കഴിഞ്ഞ് ശരിക്കും മുറി വെച്ചിട്ടുണ്ടെങ്കിലും അവളാണ് പോലീസിനെ വിളിച്ചിട്ട് നിക്കിൻ്റെ ബോഡി എവിടെ എന്നുള്ള കാര്യം പറയും. പിന്നീട് പോലീസുകാരെല്ലാം കൂടെ നേരെ ഡാമിനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നിക്കിൻ്റെ ബോഡി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ ചെറിയ ജീവൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ആനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആരും കാണാതെ നിക്കിൻ്റെ അടുത്ത് നിന്ന് അവനോട് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ വെടിയേറ്റിട്ട് ശരിക്കും ബ്ലഡ് പൊക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പതിയെ നിക്കിൻ്റെ ആത്മാവാണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് ബോഡിയിലേക്ക് തന്നെ കയറും. ഇതേ സമയത്ത് തന്നെ ബ്ലഡ് ലോസ് ആയതുകൊണ്ട് ആനി അവിടെ മരിച്ചു വീഴുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് എല്ലാം ശരിയായി നിൽക്കുകയാണെങ്കിൽ ആനിയുടെ ബ്രദറായിട്ടുള്ള വിക്ടറിൻ്റെ കൂടെ വന്ന് പ്ലെയിൻ പറത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും.